പ്രിയമുള്ളവരെ, ഭരണപ്രതിപക്ഷ ജനകീയ കൂട്ടായ്മയിൽ ഇവിടെ കേരളത്തിൽ ലഹരിവേട്ട അതിഗംഭീരമായി ഉഷാറായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അതിനു മുമ്പ് ഇവിടെ 23 വയസ്സുകാരനായ അഫ്ഫാൻ എന്ന ചെറുപ്പക്കാരൻ 5 പേരെ കൂട്ടക്കൊല ചെയ്യുന്നതിന് മുമ്പ് ലഹരി ഉണ്ടെന്നോ ലഹരി വിൽപ്പന നടക്കുന്നുവെന്നോ ലഹരി ഒഴുകുന്നുവെന്നോ പോലീസുകാരോ സർക്കാരോ ഒരിക്കൽ പോലും സമ്മതിച്ചിരുന്നില്ല. എന്നാൽ അതിനുശേഷം സർക്കാർ നിലവിളിയും പടവിളിയും തുടങ്ങി. ഈ നിലവിളി കേട്ട് എല്ലാ ജനങ്ങളും ഓടിക്കൂടണേ, ഇവിടെ രക്ഷിക്കണേ, നാടിനെ രക്ഷിക്കണേ, വരണേ എന്ന സർക്കാരിൻ്റെ നിലവിളി കേട്ട് പ്രതിപക്ഷങ്ങളും ലഹരി വിരുദ്ധ പ്രവർത്തകരും ഓടിക്കൂടി സർക്കാരിനെ സഹായിക്കാനെത്തി. അങ്ങനെ ഈ ലഹരി വേട്ട ഇവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ എനിക്കൊന്ന് രണ്ട് സംശയങ്ങളുണ്ട്. ഇവിടെ 50-60 രൂപയ്ക്ക് സർക്കാർ ലൈസൻസിൽ നിർമ്മിക്കുന്ന മദ്യം 500-600 ഇരട്ടി വിലയ്ക്ക് വിറ്റ് കോടാനുകോടി രൂപ സമ്പാദിക്കുന്ന സർക്കാർ ഇവിടെ 1 കിലോ കഞ്ചാവിന് താഴെ 999 ഗ്രാം കഞ്ചാവ് സൂക്ഷിച്ചാലും അതിന് 150 രൂപ പെറ്റിയും സ്റ്റേഷൻ ജാമ്യവും കൊടുത്തു വിടുന്നു. എന്നാൽ സർക്കാരിൻ്റെ മദ്യം 3 ലിറ്ററിൽ ഒരു തുള്ളിയെങ്കിലും അധികം സൂക്ഷിച്ചാൽ വർഷങ്ങളോളം ജാമ്യം നൽകാതെ ജയിൽ ശിക്ഷ നൽകുന്നു. ഇത്തരം ഇരട്ടത്താപ്പ് നിയമങ്ങളുണ്ടാക്കി ഗീർവാണമടിച്ച് ജനങ്ങളെ കബളിപ്പിക്കുന്ന ഈ സർക്കാരിൻ്റെ ആത്മാർത്ഥതയിൽ സംശയമില്ലാത്തവരാരെങ്കിലും ഉണ്ടോ? നിങ്ങൾ ലഹരി വിരുദ്ധ പ്രവർത്തകർ ഈ ലഹരി മാഫിയയുടെ കൊലക്കത്തിക്കിരയായി ജീവൻ നഷ്ടപ്പെട്ടാലോ കുടുംബം നഷ്ടപ്പെട്ടാലോ ഈ സർക്കാർ ഉത്തരവാദിത്തം ഏറ്റെടുക്കുമോ? കേവലം അനുശോചനങ്ങളോ വാഗ്ദാനങ്ങളോ എന്നതിനപ്പുറം നിങ്ങളെ ലഹരി വിരുദ്ധ പ്രവർത്തകരെ സർക്കാർ ഒരു പക്ഷേ അല്ല, സാധാരണ സംഭവിക്കുന്നതാണ്. ഇത് ലഹരി വിരുദ്ധ പ്രവർത്തനത്തിൻ്റെ ഭാഗമല്ല, വ്യക്തിപരമാണ് ഈ കൊലപാതകമെന്ന് പറഞ്ഞ് കൈയൊഴിയുന്ന വഞ്ചക സർക്കാരാണ് ഈ സർക്കാർ. അതുകൊണ്ട് ലഹരി വിരുദ്ധ പ്രവർത്തകർ പൂർണ്ണമായി ആലോചിക്കുക, ചിന്തിക്കുക, എന്നിട്ട് നിങ്ങളുടെ കുടുംബവും ജീവനും സംരക്ഷിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടണമെന്ന് ഞാൻ വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. ഗുഡ് ബൈ.